ഹലോ ഹായ്. നമുക്കിന്നൊരു ക്രോഷ്യോ സ്ക്രഞ്ചി ഉണ്ടാക്കിയാലോ? ഓക്കെ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് 100% അക്രിലിക് യാണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അക്രിലിക് യാണോ അല്ലെങ്കിൽ കോട്ടൺ യാണോ ഏത് യാണും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4mm ഒരു ക്രോഷ്യോ ഹോക്കാണ്. പിന്നെ നമുക്കൊരു സിസേഴ്സ് വേണം, അതുപോലെ തന്നെ ഒരു നീഡിൽ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഹൊക്കെയാണല്ലോ അറ്റാച്ച് ചെയ്യാം. ശേഷം അതിൻ്റെ ആ ഒരു ടൈറ്റ്നസ്സും ടെൻഷനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ നമ്മൾ ഈ ബാൻഡ് എടുത്തിട്ട് യാണിൻ്റെ ഫ്രണ്ടിലോട്ട്, അതായത് യാണിനെ ബാൻഡിൻ്റെ ബാക്ക് സൈഡിലോട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ടെയിൽ എൻഡിനെ നമുക്ക് സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ഈ ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഈ ഒരു ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് വെച്ചിട്ട് ഹൈഡ് ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യോ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു എബൌട്ട് 13 സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ചസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ചിലോട്ട് നമുക്കിതിനെ ചെയ്യാം. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്ത അതേ സ്റ്റിച്ചിലോട്ട്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത അതേ ചെയിനിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. വീണ്ടും അതേ പ്ലേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷ്യോ സ്റ്റിച്ചസ് വീതം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ആ 3 ചെയിൻ സ്റ്റിച്ചിനെ ഒരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അവിടെ 2 ചെയ്താൽ മതി. ഇനിയുള്ള ഓരോ ചെയിനിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യോസ് വീതം ചെയ്യാം. അപ്പോൾ നമ്മളിത് ലാസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ 3 ചെയിൻ സ്റ്റിച്ചിലെ മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ്. എന്നിട്ട് അതിനെ നമ്മളവിടെ ടൈറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞു. ഇത് നമുക്കത് കട്ട് ചെയ്തിട്ട് ആ ഒരു യാൺ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രോഷ്യ സ്ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നീഡിൽ വെച്ചിട്ട് ആ ഒരു എൻഡ് ഭാഗം, യാണിൻ്റെ ആ ഒരു എൻഡ് ഈ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയതിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും നമുക്കതിനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ഏകദേശം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രോഷ്യയുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏത് കളറിൽ വേണമെങ്കിലും ഏത് യാണിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.